സതീശനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുമ്പോഴും നാട്ടിൽ വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങളെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് സതീശനല്ല ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത്, KC വേണുഗോപാലിനെയാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. അത്തരമൊരു പ്രശ്നം മുന്നിൽ കണ്ടായിരിക്കില്ല ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ. ഇതിപ്പോൾ ഈ VDS അനുകൂല പ്രകടനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു ഹൈക്കമാൻഡിനെ ഒരു സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളോ ഈ പ്രകടനങ്ങളോ എത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം പല സമയത്തും ഈ തരത്തിലുള്ള ഒരു പ്രകടനത്തിന്റെ അംഗീകാരത്തിൽ ജനം തെരുവിലിറങ്ങി എന്ന രീതിയിൽ അംഗീകരിച്ചു കൊടുത്താൽ അത് മറ്റൊരു കീഴ്വഴക്കം ഉണ്ടാകുമെങ്കിൽ ഇപ്പോൾ DK ശിവകുമാറിന് വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ തെരുവിലേക്ക് ഇറക്കാൻ കഴിയും. അദ്ദേഹം ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു തെറ്റായ കീഴ്വഴക്കത്തിലേക്ക് പോകുമെന്നൊരു ഭയം ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങളോ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും ഒരു ഹൈക്കമാൻഡിന്റെ ഒരു മനസ്സിളക്കുന്നതിലേക്ക് കാര്യമാകും എന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇപ്പോഴും ആ ചർച്ചയിലുണ്ട്. ആരും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു ആകാംക്ഷയാണ് നിലനിൽക്കുന്നത്. 2 മണിക്കൂർ പിന്നിട്ടു. ആ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ആരായിരിക്കും മുഖ്യമന്ത്രി? VD സതീശനായിരിക്കുമോ, KC വേണുഗോപാൽ ആയിരിക്കുമോ, അതോ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ള സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. 3 ആളുകളും ഇപ്പോഴും ദേശീയ നേതൃത്വവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്ലെയിമുകൾ എന്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം ഇപ്പോൾ ചേരുന്ന സമയത്ത് പോലും ഈ 3 ആളുകളും ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. താൻ പിന്മാറാം എന്നുള്ളൊരു കാര്യം ആരും ഇതുവരെയും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടില്ല. പകരം അവരുടെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയാകണമെന്ന സ്റ്റാൻഡിൽ ഇപ്പോഴും KC വേണുഗോപാൽ ഉറച്ചു നിൽക്കുന്നു, VD സതീശൻ ഉറച്ചു നിൽക്കുന്നു, രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ചർച്ച ഇപ്പോഴും ഇങ്ങനെ നീളുന്നത്. ഇനിയും നീളുകയാണെങ്കിൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വരെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നിലവിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിൽ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അത് വിജയം കാണുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അത് വിജയം കണ്ടില്ലെങ്കിൽ, അവിടെ ഒരു സമവായത്തിലേക്ക് എത്താനായിട്ട് ഈ യോഗത്തിൽ സാധിച്ചില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് പോകും. പിന്നെ സോണിയാഗാന്ധിയുടെ കയ്യിലായിരിക്കും ബാറ്റ് ഉണ്ടാവുക. സോണിയാഗാന്ധി ആയിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. കേരളത്തിലുള്ള എല്ലാവരും ഇപ്പോൾ TV സ്ക്രീനിലേക്ക് ഉറ്റുനോക്കുകയാണ്. കാരണം അവിടെ തങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രിയുടെ പേര് തെളിയുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. കുറച്ച് സമയം കൂടി കാത്തിരിക്കുക എന്നുള്ള സന്ദേശമാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. പക്ഷേ അത് കുറച്ച് സമയമാണോ കുറേയധികം സമയമാണോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ചർച്ചകൾ നീണ്ടുപോവുകയാണ്. നിലവിൽ തന്നെ 2 മണിക്കൂറിലധികം ആ ചർച്ച നീണ്ടുപോയി. ഏതായാലും ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനം വരും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായതാണോ അല്ലയോ എന്നുള്ളത് തുടർ സമയങ്ങളിൽ നമുക്ക് അറിയാനും സാധിക്കും.